എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗ്രീൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതുവർഷം തുടങ്ങി അല്ലേ? 2025 തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു അടിപൊളി പുതുവത്സര ആശംസകൾ നേരുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ല വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വർഷമാണ്. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡിസംബർ 30, 31 തീയതികളിലായിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ വർഷം 10ാം ക്ലാസ് എന്നില്ല, +2 എന്നില്ല, ഡിഗ്രി എന്നില്ല, ഏത് ലെവലായിക്കോട്ടെ അവർക്കെല്ലാം വാരിക്കോരി ഇതാ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരുപാട് അവസരങ്ങളാണ് ഇത്തവണ PSC ലഭ്യമാക്കിയിരിക്കുന്നത്. ഓക്കെ, പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മൾ ഒരുപാട് പേരുണ്ട് അല്ലേ, ഏജ് ഓവർ ആകാറായിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് പേര് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു വർഷം നല്ലതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരുപാട് പോസ്റ്റുകളുണ്ട്, 10ാം ക്ലാസ് ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരെണ്ണം ഇത്തവണ എഴുതി കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. കാരണം പഠിക്കാതെ ജോലി കിട്ടുക എന്നത് അസാധ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ പാറ്റേണും പുതിയ സിലബസൊക്കെ നിങ്ങൾക്ക് അറിയാം. പ്രിലിമിനറി, മെയിൻ എന്ന രീതിയിൽ നടക്കുന്ന പരീക്ഷകളാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഔട്ടായി പോയാൽ അവിടെ കഴിഞ്ഞു. ഓക്കെ, പിന്നെ 2-3 വർഷം അതേ തസ്തികയ്ക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, 10, +2, ഡിഗ്രിയെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ 10ാം ക്ലാസ്സിൽ നഷ്ടപ്പെട്ട എന്ത് ചെയ്യണം, നമുക്ക് ഡിഗ്രി നേടിയെടുക്കുക. ഡിഗ്രിക്ക് ലെവലിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ് ലെവലെങ്കിലും നമുക്ക് പാസ്സാകാൻ പറ്റൂ എന്ന ബോധ്യവും കൂടെ എല്ലാവർക്കും ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയ കുറച്ച് നോട്ടിഫിക്കേഷനുകളാണ്, കുറച്ച് വിജ്ഞാപനങ്ങളുടെ വിശദാംശങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിഗ്രി ലെവൽ തസ്തികയിലുള്ള കുറച്ച് പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലേ, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള PSC, പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ഇങ്ങനെ ഉള്ള കുറച്ച് ഓഫീസുകളിലേക്ക് നടത്തുന്ന നിയമനം. അതായത് കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മളെല്ലാവരും പറയും അല്ലേ. ആ ഒരു തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 576/2024. ഓക്കെ, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 ആണ്. അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഓക്കെ, ആ ഡേറ്റോടെ ചേർത്താണ് കേട്ടോ. 2/1 ജനിച്ചവരാണെങ്കിലും അവർക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവലിൽ ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഓക്കെ, മറ്റൊരു പോസ്റ്റാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ്, കാറ്റഗറി നമ്പർ 724/2024. ഓക്കെ, കേരള ജനറൽ സർവീസിലെ ഡിവിഷണൽ അക്കൗണ്ടന്റ്. ഓക്കെ, ആ തസ്തികയിലേക്കും വിളിച്ചിട്ടുണ്ട്. അത് 2 സ്റ്റേജായിട്ടായിരിക്കും. പക്ഷേ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയുടെ കാര്യം പറഞ്ഞില്ല. സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ 3 ലെവലായിട്ടാണ്. ഒന്ന് പ്രിലിമിനറി പരീക്ഷ, സാധാ ഡിഗ്രി പോസ്റ്റ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു കോമൺ പരീക്ഷ 100 മാർക്കിന്. രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് 200 മാർക്കിനാണ്. 2 പേപ്പർ അവിടെ ഉണ്ടാവും. എല്ലാം ഒബ്ജക്റ്റീവ് തന്നെയാണ്, 2 പേപ്പർ അവിടെ ഉണ്ടാവും. ഡീറ്റെയിൽഡ് സിലബസ് വന്നിട്ടില്ല, അത് ഉടനെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ഒരു 20 മാർക്കിന് ഉണ്ടാവും. ഇങ്ങനെ 3 സ്റ്റേജായിട്ടാണ് സെക്രട്ടറി അസിസ്റ്റന്റ് നടക്കുക. ഡിവിഷണൽ അക്കൗണ്ടന്റ് വന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി പരീക്ഷയാണ്. ഓക്കെ, അത് ഒരു സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് അവിടെ പ്രത്യേക സബ്ജക്റ്റുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരിക്കും. ഓക്കെ, അങ്ങനെ 2 സ്റ്റേജായിട്ടാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ നടക്കുക. ഡിവിഷണൽ അക്കൗണ്ട് ക്വാളിഫിക്കേഷനും ഡിഗ്രിയാണ്. പക്ഷേ ഡിഗ്രിക്ക് എന്ത് വേണം, അറ്റ്ലീസ്റ്റ് 2nd ക്ലാസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ ഈ ഡിവിഷണൽ അക്കൗണ്ടന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഏജും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 18-36. ഓക്കെ, ലാസ്റ്റ് ഡേറ്റും 29/1. ഞാൻ ഇന്ന് പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും ലാസ്റ്റ് ഡേറ്റ് 29/1/2025. ഓക്കെ, ഇനി മറ്റൊരെണ്ണം നോക്കാം. അത് BComകാർക്ക് മാത്രം വരുന്നതാണ്. ക്യാഷിയർ കം അക്കൗണ്ടന്റ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലെ ക്യാഷിയർ കം അക്കൗണ്ടന്റ് എന്ന് പറയുന്ന തസ്തികയിൽ കാറ്റഗറി നമ്പർ 597/2024 വിളിച്ചിട്ടുണ്ട്. അത് BCom മാത്രം പോരാ, 2 വർഷത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ അതേ പോസ്റ്റിലുള്ള എക്സ്പീരിയൻസും വേണം. ക്യാഷിയർ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് തസ്തികയിലൊക്കെ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. BComഉം വേണം, ഒപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റും നേരത്തെ പറഞ്ഞ പോലെ 18-36 ആണ്. ഓക്കെ,
ഇനി മറ്റൊരു പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റിലേക്ക് കാറ്റഗറി നമ്പർ 741/2024 വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് വരുന്നത്. പക്ഷേ എല്ലാ ഡിഗ്രിക്കാർക്കും പറ്റത്തില്ല. എക്കണോമിക്സ് അതായത് BA എക്കണോമിക്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc മാത്സ്, പിന്നെ BCom വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയും ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യും. അതിൻ്റെ ഏജ് ലിമിറ്റ് 19 to 36 2/1/1988 1/1/2005 ഇടയിൽ ജനിച്ചവർക്ക് ആ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതെല്ലാം ഡിഗ്രി ലെവൽ പോസ്റ്റുകളാണ്. ഒന്ന് സെക്രട്ടറി അസിസ്റ്റൻറ്റ്, പിന്നെ മറ്റൊന്ന് പറഞ്ഞത് ക്യാഷ്യർ കം അക്കൗണ്ടൻറ്റ് BComകാർക്കുള്ളത്, പിന്നെ അല്ലാതെ ഡിഗ്രിക്കാർക്ക് സെക്കൻഡ് ക്ലാസ്സിൽ മുകളിലുള്ളവർക്കുള്ള ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, പിന്നെ അതുകൂടാതെ എക്കണോമിക്സ്, സ്റ്റാറ്റിക്സ്, മാത്സ്, BCom വിത്ത് സ്റ്റാറ്റിക്സ് പഠിച്ചവർക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ്. ഓക്കെ, ഇത്രയാണ് ഡിഗ്രി ലെവൽ വരുന്നത്. ഇനി നമുക്ക് 10+2 ലെവലിൽ വരുന്ന തസ്തികകൾ നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഒരു തസ്തികയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. അത് ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 527/2024 കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ. ഓക്കെ, അത് പ്രിലിമിനറി മെയിൻ എന്ന രീതിയിലായിരിക്കും നടക്കുക. അതിൻ്റെ ഏജ് ലിമിറ്റ് 18-32. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ കൂട്ടത്തിൽ അതും നടത്തും. ഓക്കെ, അപ്പോൾ 18-36 അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ മറ്റൊന്നാണ് 598/2024 കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. അതെന്ന് പറയുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കാണ്. വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് ബോർഡ് കോർപ്പറേഷൻ കോർപ്പറേഷന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. അതിൻ്റെ ക്വാളിഫിക്കേഷൻ SSLC ആണ് വരുന്നത് എങ്കിലും SSLCയുടെ കൂടെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷ് ലോവർ ഉണ്ടായിരിക്കണം, പിന്നെ ഷോർട്ട് ഹാൻഡ് മലയാളം ഇംഗ്ലീഷ് ലോവർ ഉണ്ടായിരിക്കണം, ഒപ്പം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിലും ക്വാളിഫൈഡ് ആയിരിക്കണം. ഇത്രയുണ്ടെങ്കിൽ മാത്രമേ ആ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈപ്പിസ്റ്റ്, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷ് ലോവർ, ഷോർട്ട് ഹാൻഡ് മലയാളം ഇംഗ്ലീഷ് ലോവർ, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, ഇതും പിന്നെ SSLC ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യും. വീണ്ടും വേറൊരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്. അതും ഡിസ്ട്രിക്ട് വൈസ് ആണ്. അതായത് അത് +2 ക്വാളിഫിക്കേഷനാണ് വരുന്നത്. അതിൽ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷ് ലോവർ വേണം, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് ഷോർട്ട് ഹാൻഡ് മലയാളം ഇംഗ്ലീഷ് ലോവർ വേണം. പക്ഷേ ക്വാളിഫിക്കേഷൻ മാത്രം ആ +2 മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ സെയിം തന്നെയാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. കാറ്റഗറി നമ്പർ 521/2024 വിളിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ SSLC മതി, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിൽ +2 വേണം. അപ്പോൾ +2 ലെവൽ പരീക്ഷയായിട്ടായിരിക്കും അത് നടക്കുക. ഓക്കെ, ഇനി നമ്മുടെ യുവതീ-യുവാക്കൾ കൂടുതൽ ആൾക്കാരും നോക്കുന്ന മറ്റൊരു പോസ്റ്റ്, കൂടുതലും ആൺകുട്ടികളാണ് പ്രിഫർ ചെയ്യുന്നത്, യൂണിഫോം പോസ്റ്റുകൾ. ഓക്കെ, യൂണിഫോം പോസ്റ്റിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള തസ്തികകൾ പറയുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന് കാറ്റഗറി നമ്പർ 508/2024 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി. ഓക്കെ, പോലീസ് ആംഡ് ഫോഴ്സ് ബറ്റാലിയനിലേക്കുള്ള പോസ്റ്റിംഗ് ആണ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി. ഓക്കെ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് വരുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ട് 20 മുതൽ 31 വരെ. ഓക്കെ, 2/1/1993 1/1/2004 ഇടയിൽ ജനിച്ചവർക്ക് അത് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ യൂണിഫോം പോസ്റ്റുകളുടെയൊക്കെ പ്രത്യേകത അറിയാമല്ലോ. യൂണിഫോം പോസ്റ്റുകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ പ്രത്യേകം ഉണ്ടാകും. അതുകൂടാതെ ഫിസിക്കൽ എക്സാമിനേഷനും ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് ഫിസിക്കലും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. യൂണിഫോം പോസ്റ്റൊക്കെ ആഗ്രഹിക്കുന്നവർ വെറുതെ പോയി എഴുതിയാൽ മാത്രം പോരാ, ഫിസിക്കലും കൂടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. കാരണം ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 മാസം കൊണ്ട് ഓടിച്ച് നോക്കിയാലും അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കും. പക്ഷേ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴേ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലേ അടുത്തൊരു വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഈസി ആയിട്ട് കടമ്പ കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും യൂണിഫോം പോസ്റ്റ് നോക്കുന്നവർ ഫിസിക്കലും കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തോളാം. ഓക്കെ, ഇനി അതേപോലെ യൂണിഫോം പോസ്റ്റിൽ അടുത്തൊരു തസ്തികയാണ് കാറ്റഗറി നമ്പർ 510/2024 SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി. അത് കേരള സിവിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. ഏത് SI, പോലീസ് SI എന്ന് പറയുന്നത്, ട്രെയിനി, പോലീസ് SI ട്രെയിനി ആയിട്ട്. ഓക്കെ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. അതിലെന്ത് ചെയ്യാം, വുമൺ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു തസ്തികയാണ്. ഏത് 510/2024 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 31 വരെയാണ്. ഓക്കെ, 20 to 31, 2/1/1993 1/1/2004 ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, അതിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, ഞാൻ ഈ എല്ലാ ഏജ് ലിമിറ്റ് പറയുന്നെങ്കിലും ഇതിനകത്തെല്ലാം സ്പെഷ്യൽ റിലാക്സേഷൻ വരുന്നുണ്ട്. SC ST OBCക്ക് അവർക്കനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ എടുത്ത് പറയുന്നില്ല എന്നുള്ളതൊക്കെ കോമൺ ആണ്. നിങ്ങൾക്ക് ഏതായാലും നിങ്ങളുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എലിജിബിൾ ആണോ ഇല്ലയോ എന്നതിൽ കാണിക്കും. ഓക്കെ, ഇനി ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നടക്കുന്ന മറ്റൊരെണ്ണമാണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ്.
ഓക്കെ, കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. ഓക്കെ, +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ്. അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 19 മുതൽ 31 വരെയാണ്. ഓക്കെ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ SIയുടേതും പിന്നെ നമ്മൾ പറഞ്ഞ ആംഡ് പോലീസ് SIയുടേതും ഏജ് ലിമിറ്റ് 20-31 ആണ്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെന്ന് മറക്കരുത്. ഓക്കെ, അതുപോലെ കാറ്റഗറി നമ്പർ 582/2024 വുമൺ പോലീസ് കോൺസ്റ്റബിൾ വിളിച്ചിട്ടുണ്ട്, വുമൺ പോലീസ് ബറ്റാലിയനിൽ. അത് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. അതിൻ്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 26 വരെയാണ്. അതായത് 2/1/1998-നും 1/1/2006-നും ഇടയിലുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊന്ന് കാറ്റഗറി നമ്പർ 583/2024 പോലീസ് കോൺസ്റ്റബിൾ, അതായത് പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കുള്ളതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ആണ്. ഓക്കെ, പക്ഷേ ഈ പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നതിൽ വുമൻ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. വുമൻ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്നാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാറ്റഗറി നമ്പർ 583/2024 പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ ആണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ SSLC ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 26 വരെയാണ്. 2/1/1998-നും 1/1/2006-നും ഇടയിലുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ ആ ഡേറ്റൂടെ ചേർത്താണ് പറയുന്നത്. ആ ഡേറ്റ് ജനിച്ചവർക്കാണെങ്കിലും അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ട് വരുന്നത്. നമുക്ക് ഏകദേശം ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നതുമായ തസ്തികകൾ. വേറെ ഒരുപാട് തസ്തികകൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രൊഫൈൽ കയറി നോക്കുക. നിങ്ങൾക്ക് ഏതാണ് എലിജിബിലിറ്റി ഉള്ളത് അത് അനുസരിച്ച് അപ്ലൈ ചെയ്തോളാം. പിന്നെ ഒന്ന് അവസാന നിമിഷത്തേക്ക് വെക്കരുത്, എല്ലാം നേരത്തെ തന്നെ ചെയ്തോളൂ. ലാസ്റ്റ് നിമിഷം ഇനി സൈറ്റൊക്കെ ഹാങ്ങായി പോയെന്ന് ചിലപ്പോൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുക. പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും സ്റ്റേറ്റ് വൈഡ്, ഡിസ്ട്രിക്ട് വൈഡ്, പിന്നെ അതേപോലെ NCA, പിന്നെ നമ്മുടെ സ്പെഷ്യൽ SC കാറ്റഗറിയിലൊക്കെ ഉള്ളതൊക്കെ അതിനകത്ത് വിളിക്കുന്നുണ്ട്, സ്പെഷ്യൽ കാറ്റഗറിയിലുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒക്കെ കയറി ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കുക. ആദ്യം സ്റ്റേറ്റ് വൈഡ് എടുക്കുക. സ്റ്റേറ്റ് വൈഡ് എടുത്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകൾ നോക്കിയിട്ട് അത് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. രണ്ടാമത് നേരിട്ട് എന്ത് ചെയ്യുക, ഡിസ്ട്രിക്ട് വൈസ് ജനറൽ നോട്ടിഫിക്കേഷൻ നോക്കുക. അതിനകത്തുള്ളത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, സ്പെഷ്യൽ കാറ്റഗറി ഉള്ളതൊക്കെ കയറി നോക്കി. NCAയിൽ വരുന്നത് SC ST അങ്ങനെയൊക്കെ അതാത് വിഭാഗക്കാർക്ക് ചില പോസ്റ്റിൽ LD ഒക്കെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ ഇത് കോമൺ ആയിട്ട് വരുന്നത് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം കൂടി ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം അതിനുള്ള സമയമില്ല. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് കൂടുതൽ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇന്നത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തി തന്നത്. നിങ്ങൾ പ്രൊഫൈൽ കയറി നോക്കിയിട്ട് അതായത് നിങ്ങൾക്ക് പറ്റുന്നത് അപ്ലൈ ചെയ്തോളാം. ഓക്കെ, ഈ കുറേ പേര് പറയാറുണ്ട് ഞാൻ നോട്ടിഫിക്കേഷൻ വന്നതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതാക്കി ചെയ്തിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നോക്കുക. ഒന്നിലും ഇത്രയും നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി നിങ്ങൾ കയറുമ്പോഴെങ്കിലും പ്രൊഫൈലിൽ ബാക്കി കാര്യങ്ങളോടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോലും എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നിങ്ങളുടെ പ്രൊഫൈൽ കയറിയൊന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ചില പുതിയ നോട്ടിഫിക്കേഷൻ വരും, അത് അപ്ലൈ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ കൺഫർമേഷനൊക്കെ വരും. നമ്മൾ ചിലപ്പോൾ മെസ്സേജ് ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാകത്തില്ല. അപ്പോൾ ആ കൺഫർമേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഓക്കെ, പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. ചിലത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ, സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് സമയമൊന്നും കിട്ടത്തില്ല. ഒരു 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കിട്ടുള്ളൂ. അതിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആഴ്ചയെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് ജസ്റ്റ് പ്രൊഫൈൽ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് അതിനകത്ത് ഓരോ ഓപ്ഷൻസും ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഓരോ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കും, നമ്പർ കാണിക്കും ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കൺഫർമേഷനൊക്കെ ആണെങ്കിൽ അതിനകത്ത് റെഡ് കളറിലിട്ട് നമ്പർ വന്ന് കാണിക്കും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി നോക്കുക. ഓക്കെ, അതുകൊണ്ട് നമുക്കൊന്നും മിസ്സാകരുത്. ചില കുട്ടികൾ പറയാറുണ്ട് കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല എന്ന്. കാരണം ഫോണിൽ ചിലപ്പോൾ കൊടുത്തേക്കുന്ന നമ്പർ ആയിരിക്കില്ല കയ്യിലിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമുക്ക് മെസ്സേജ് ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്നും വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും കൃത്യമായിട്ട് 2 ആഴ്ച കൂടെ പ്രൊഫൈൽ നോക്കുക. പറ്റുന്ന പോസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ തയ്യാറെടുക്കുക. അപ്പോൾ ഈ 2025 എല്ലാ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കും, ഇത് കാണുന്നവർക്കും നമ്മുടെ ഇത് പഠിക്കുന്നവർക്കും, ഏതൊക്കെ ഉദ്യോഗാർത്ഥി കേരളത്തിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും കിട്ടണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും കിട്ടത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പഠിക്കുന്നവർക്ക് എല്ലാവർക്കും എന്തായാലും കിട്ടും. ഓക്കെ, ഇത്രയും പോസ്റ്റുകളുണ്ട്, ഒരുപാട് വേക്കൻസി വരുന്ന പോസ്റ്റുകളുണ്ട്. ഡിഗ്രി കിട്ടിയില്ലെങ്കിൽ +2 കിട്ടുക, +2 കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, 10ാം ക്ലാസ് കിട്ടുക. ഡിഗ്രി കിട്ടാത്തവർക്ക് ഏറ്റവും എളുപ്പം 10ാം ക്ലാസ് കിട്ടാനാണ്. കാരണം യൂണിഫോം പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഫിസിക്കലൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും ആൾക്കാർ ആ ഒരു ലെവലിലേക്ക് നോക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെനിഫിറ്റ് നമ്മുടെ സെയിൽസ് അസിസ്റ്റൻ്റ് ഒക്കെ വിളിച്ചിട്ടുള്ള 10ാം ക്ലാസ് നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മുടെ ഗെയിൻ നോളജ് മിഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യാറെടുക്കണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മളുടെ കോഴ്സ്
കോഴ്സുകൾ എന്ന് പറയുന്നത് 10 പ്ലസ് 2 ഡിഗ്രി ഏതൊരു കോഴ്സിനും പറ്റും. അതുകൂടാതെ ബികോംകാർക്ക് വേണ്ടി മാത്രം PSC നടത്തുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ്, പിന്നെ അക്കൗണ്ടന്റ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അക്കൗണ്ടന്റ് തസ്തിക, പിന്നെ ഇന്നൊരെണ്ണം നമ്മൾ കണ്ടു ക്യാഷ്യർ കം അക്കൗണ്ടന്റ്, ഈ തസ്തികകൾ, പിന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയുടെ മെയിൻ പേപ്പർ. ഓക്കെ, ഇതിനുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ ഇവിടെ ഡിവിഷണൽ അക്കൗണ്ട് പ്രിലിമിനറി ഡിഗ്രി ലെവലിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ജനറലാണ്. കൂടാതെ മെയിൻ എക്സാം വരുമ്പോഴത്തേക്ക് അവിടെ ബികോമിൻ്റെ ഒരു പേപ്പറും കൂടെ കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കണം, അവിടെ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ക്ലാസ്സുകൾ നമ്മളുടെ ഗെയിൻ നോളജ് മിഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. രാവിലെ 6 മണിക്ക് ഒരു ബാച്ച്, രാത്രി 9 മണിക്കൊരു ബാച്ച്, പിന്നെ സ്പെഷ്യൽ ബാച്ച് രാത്രി 8 മണിക്ക്. ഓക്കെ, ഈ 3 ബാച്ചിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. രാത്രി 9 മണി ബാച്ച് ഏകദേശം അഡ്മിഷൻ ക്ലോസിംഗ് ആണ്. ഇതിനെ ആളെ എടുക്കണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചനയിലാണ്, ക്ലോസിംഗ് സ്റ്റേജിലാണ്. ഓക്കെ, രാവിലെ 6 മണിക്കത്തെ ആണെങ്കിൽ കുറച്ച് ഒരു 3-4 പേർക്കുള്ള അവസരവും കൂടെ ഉണ്ട്. ഓക്കെ, രാത്രി 8 മണിയാണെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടില്ല, അതൊരു ജനുവരി 15 കൂടിയേ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഗെയിൻ നോളജിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറെടുക്കാം. ഒരു വർഷത്തെ ഒരു കോഴ്സ് നമ്മുടെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ 10 മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച് ക്ലിയർ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടാകും. പ്രിലിമിനറിക്ക് മെയിൻസിനും എല്ലാം വേണ്ടുന്ന ഒറ്റ കോഴ്സായിട്ടാണ് നമ്മൾ റെഗുലർ കോഴ്സുകൾ കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ലൈവ് ക്ലാസ് ആണ്, ക്ലാസ്സിൽ തന്നെ നോട്ടും എഴുതി പോകുന്നൊരു സിസ്റ്റമാണ്. പിന്നെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കുട്ടിയും പ്രത്യേകം മോണിറ്റർ ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ച ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. ഒരു കുട്ടി പോലും പിന്നോക്കം പോകത്തില്ല. ഓക്കെ, അവരുടെ ഉപേക്ഷ കൊണ്ടോ മടി കൊണ്ടോ പോകുന്നതല്ലാതെ നമ്മളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു കുട്ടി പോലും എന്തായാലും പിന്നോക്കം പോകത്തില്ല. ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് വരുന്നവരാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള സപ്പോർട്ടും കിട്ടും, നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ പറ്റും. ഈവൻ മാത്സ് ഇംഗ്ലീഷ് പോലും ഒരു കുട്ടിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, ക്ലിയർ കട്ടായിട്ട് ടെൻഷൻ ഉണ്ടാക്കാത്ത രീതിയിലാണ് പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആയി തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് പ്രൊഫൈലിൽ കയറി അപ്ലൈ, ആരും ലാസ്റ്റ് നിമിഷത്തേക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ അപ്ലോഡിങ് നടക്കുന്നേ ഉള്ളൂ. ഡിസംബർ 26 വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇനി ബാക്കിയുള്ള ദിവസത്തെയും കൂടെ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പുതിയൊരു ഫോർമാറ്റിലൊക്കെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് ഫോളോ ചെയ്യുമ്പോൾ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ക്വസ്റ്റിനും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. യൂട്യൂബിലേക്ക് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ കണക്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. താങ്ക്